ഹലോ, നമസ്കാരം. എൻ്റെ പേര് സിന്ധു. നമുക്ക് ഇന്ന് ഉപബോധ മനസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. നമ്മുടെ ഉപബോധ മനസ്സ് ബോധ മനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് വിവേചന ശക്തിയില്ല, എന്നാൽ സർവജ്ഞാനിയാണ്. ഇനി ഇത് ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ ഉപബോധ മനസ്സ് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല. ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ഒന്നുമില്ല. അത് ഫുൾ ടൈം 24 hours അലേർട്ടായിട്ടിരിക്കുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് അത് ചെയ്തു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ റിയാലിറ്റിയിലോട്ടാക്കി തരുന്നു. നമ്മുടെ ചിന്തകളെ റിയാലിറ്റിയിലോട്ടാക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുള്ളാണ് അല്ലേ. നമ്മുടെ ചിന്തകളെ നമ്മളെപ്പോഴും കടിഞ്ഞാണിടുക. അതായത് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ, നമുക്കെന്താണോ നല്ലത് വരേണ്ടത്, നമുക്കെന്താണോ വേണ്ടത്, ആ നന്മകൾ മാത്രം നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും അത് നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കും. അത് ഉപബോധ മനസ്സാണ് അതിൽ വർക്കൗട്ടാകുന്നത്. പിന്നെ നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും, സമാധാനത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ സത്യമെന്ന് നമ്മൾ കരുതുന്നു അതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരികയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആശയങ്ങളെ ഉപബോധ മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ കെയർഫുൾ ചിന്തകൾ, കെയർഫുൾ. താങ്ക് യു.